നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാവട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി ഇങ്ങനെ ദൈവസന്നിധിയിൽ കൂടി വന്ന് കർത്താവിൻ്റെ മക്കളായിരിക്കുന്ന നമുക്ക് വചനം പഠിക്കുവാൻ പുതിയൊരു അവസരം ദൈവം നമുക്ക് തന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മളൊരു 10 വർഷം പിന്നോട്ട് പോയാൽ തന്നെ നമ്മൾ ഈ 10 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക അന്തരീക്ഷമോ അല്ല ഇന്ന് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പൊ അതാണ് ലോകത്തിന് അതിവേഗം മാറ്റം വരുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയൊക്കെ വളരെ പുരോഗമിച്ചത് കൊണ്ട് നമുക്ക് മാറ്റം വളരെ വേഗമാണ്. അത് വളരെ ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ സ്ത്രീകൾക്കൊക്കെ അഭിമാനമായിരുന്നു സുനിത വില്യംസ്, അല്ലേ? ഒരു സ്ത്രീക്ക് എത്രമാത്രം ഔന്നത്യത്തിലെത്താം. ഞാൻ വിചാരിക്കുന്നു വളരെ ധൈര്യമുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ കഴിവുകളുള്ളവരല്ലേ. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു കേവലം ചില ദിവസങ്ങൾ ബഹിരാകാശത്തേക്ക് പോയതാണ്. ലോകത്തിന്റെ ഒരു അന്തരീക്ഷമോ ഒന്നുമല്ല. അവിടെ അവള് സർവൈവ് ചെയ്ത് അല്ലെങ്കിൽ നിലനിന്നു, അല്ലേ? അപ്പം ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ദൈവം എന്ത് തന്നിട്ടുണ്ട്? വളരെ പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ശക്തരായിട്ട് തന്നെയാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? സൃഷ്ടിച്ചിരിക്കുന്നതും നമ്മളെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നതും. മാത്രമല്ല നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇപ്പോഴാണ് ഈ മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മള് പ്രധാനമായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് മാറ്റങ്ങളെ കുറിച്ച് വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, നിങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് വന്ന എന്തായിരിക്കും? ധാർമ്മികമായ ഒരുപാട് മൂല്യച്യുതികൾ നമ്മുടെ ചുറ്റുമുണ്ട്, അല്ലേ? എന്നാലും നമ്മുടെ ദൈവവചനം പരിശോധിച്ചാൽ നമുക്കറിയാം എല്ലാ കാലത്തും പാപമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ലാമേക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ്. അപ്പോ ഈ ബഹുഭാര്യത്തൊക്കെ എന്തേ ഉണ്ട്? പണ്ടേ ഉണ്ട്, അല്ലേ? ഇപ്പൊ അല്പം കൂടെ നമ്മൾ മുന്നോട്ട് പോയി 5 കഴിഞ്ഞ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ജലപ്രളയം നമുക്കെല്ലാം അറിയാവുന്ന സംഭവം, അല്ലേ? അപ്പൊ ജലപ്രളയം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഭൂമിയിൽ ജനം പെരുകി തുടങ്ങി. അതിനുശേഷം വായിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ പുത്രന്മാര് മനുഷ്യപുത്രൻ, ദൈവപുത്രൻ എന്നൊക്കെ പറയുന്ന അത് ഒരുപാട് തർക്കങ്ങളൊക്കെയുള്ള അതിലേക്കല്ല ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ എന്താണ്? ഓരോരുത്തൻ 2, 3, 4 വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മൾ വായിക്കുന്നതിനാ ഓരോരുത്തൻ ബോധിച്ചവരെ ഭാര്യമാരായിട്ടെടുത്തു. എപ്പോഴും നടക്കുന്ന സംഭവമാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ നടക്കുന്ന കാര്യം, അല്ലേ? അപ്പൊ ഓരോരുത്തരും ബോധിച്ചവരെ ഭാര്യമാരായിട്ടെടുത്തു. എന്നിട്ട് ആ വാക്യം തീരുമ്പോ കർത്താവ് എന്താ പറയണേ? ഞാൻ മനുഷ്യനെ ഉണ്ടാക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ നിരൂപണം വളരെ ദോഷമുള്ളതാണ്. മനുഷ്യന്റെ ഏത് കാലത്തും എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിലേക്ക് ഇപ്പൊ വരുമ്പോ ഇപ്പൊ നമ്മുടെ ക്രിസ്തീയതയുടെ ഒരു 100 വർഷത്തെ ചരിത്രം നോക്കാം നമുക്ക്. അതായത് ക്രിസ്തീയത ലോകത്തിന്റെ ആ ചരിത്രം നമ്മളൊരു 100 വർഷം പിന്നോട്ടെടുത്തു കഴിഞ്ഞാല് അന്നത്തെ ചരിത്രത്തിൽ അല്ലെ അന്നത്തെ വിലയിരുത്തൽ അനുസരിച്ച് ലോകത്തിലുള്ള ആകെ ജനസംഖ്യയുടെ 1/3 ക്രിസ്ത്യാനികൾ. അപ്പൊ 100 വർഷം ഇങ്ങോട്ട് കഴിഞ്ഞു. 100 വർഷം കഴിഞ്ഞ് ഇപ്പോഴുള്ള ചരിത്രം നോക്കിയാൽ ഇപ്പോഴും ലോകത്തിലുള്ള ജനങ്ങളിൽ 1/3 ക്രിസ്ത്യാനികൾ. അതിൽ തന്നെ 100 വർഷം മുമ്പുള്ള സ്ഥിതി നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അന്നുള്ള ക്രിസ്ത്യാനികളിൽ 82% അമേരിക്ക, യൂറോപ്യൻ നാടുകളിലായിരുന്നു, അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിലുള്ള ദൈവമക്കൾ അല്ലെങ്കിൽ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതില് 82% ആ രാജ്യങ്ങളിലായിരുന്നു. പക്ഷെ 100 വർഷം മുന്നോട്ട് നമ്മൾ വന്നു കഴിയുമ്പോ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ക്രിസ്ത്യാനികളിൽ 60% ആളുകളും ഏഷ്യ, അതുപോലെ തന്നെ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്. അങ്ങനെ ആ രാജ്യങ്ങളിലാണ് 60% ഇപ്പൊ ക്രിസ്ത്യാനിറ്റി എന്ത് ചെയ്തു? അതാണ് 100 വർഷം മുമ്പും ലോകത്തിലുള്ള ജനസംഖ്യയുടെ 1/3 ക്രിസ്ത്യാനികൾ ഇപ്പോഴും 3/1 ആണ്. അപ്പൊ ഏറ്റക്കുറിച്ചിലുള്ളത് കാണുമ്പോൾ ഞാൻ വായിച്ച കണക്കനുസരിച്ച് അതിനുശേഷം വന്ന അപ്ഡേറ്റ്സിലൊക്കെ മാറ്റങ്ങൾ കണ്ടേക്കാം. എങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാപവും അരാജകവും ഇനിയിപ്പോ ബൈബിളിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? സോദോം ഗൊമോറ. അതായത്
ലോത്തിന്റെ അടുക്കൽ ചെന്ന പുരുഷന്മാർ, അതായത് ലോത്തിന്റെ അടുക്കൽ അതിഥികൾ ചെന്നു എന്ന് പറഞ്ഞാൽ പട്ടണത്തിലെ പുരുഷന്മാർ, നിങ്ങൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 4-5 വാക്യങ്ങളാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്: സോദോം പട്ടണത്തിലെ പുരുഷന്മാർ നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്താക്കി തരിക. പുരുഷന്മാർ, അതായത് അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ വളരെ നമുക്ക് ഇപ്പോഴാണ് കൂടുതൽ അനുഭവവേദ്യമായ ഒരു, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. അതെന്നേ ഉണ്ട്, അത് മുന്നമേ ഉണ്ട്. ഇനി ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോ ആ ലേവ്യനായിരിക്കുന്ന മനുഷ്യൻ തന്റെ വെപ്പാട്ടിയെ കൊണ്ട് പോയി എഫ്രൈം മലനാട്ടില് അവിടെ താമസത്തിന് ചെന്ന് കഴിഞ്ഞപ്പോ ആ പട്ടണത്തിലെ ആളുകൾ എല്ലാവരും കൂടെ വന്നിട്ട് അവരും ആവശ്യപ്പെട്ടത് പുരുഷന്മാരെയാണ്. പക്ഷെ ഈ വെപ്പാട്ടിയെ പുലരുപോളം അവരെ ബലാത്കാരം ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പൊ നമ്മൾ മുമ്പ് ബലാത്സംഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നു അല്ലേ? അപ്പൊ ഇതൊക്കെ അന്നേ പാപങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ 100 വർഷം മുമ്പ് ക്രിസ്തീയ ഇതിന്റെ ഒരു 16, 17, 17 നൂറ്റാണ്ടുകളിലൊക്കെ ഈ ക്രിസ്തീയത ലോകത്തിൽ വളരെയധികം വ്യാപിക്കുക, ഒരു ക്രിസ്തീയമായ നല്ല സംസ്കാരം. അപ്പം യൂറോപ്യൻ അമേരിക്കൻ നാടുകളിൽ ഉണ്ടായ ആ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയതയുടെ വികാസത്തിന്റെ ഫലമാണ് വാസ്തവത്തിൽ ഇരിക്കുന്ന നമ്മളും അല്ലേ? നമ്മൾ ഈ കാലഘട്ടത്തില് 2025 നിൽക്കുന്നു. നോക്കിയേ, അവിടുന്ന് മിഷണറിമാര് വന്ന് കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിച്ചു. അങ്ങനെ ഇവിടെ ക്രിസ്തീയതയ്ക്ക് നല്ല വേരോട്ടം ഉണ്ടായി. നമ്മുടെ ഭാഷയിൽ നമുക്ക് ബൈബിള് ലഭിച്ചു. അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്തുണ്ടായി? നല്ല ഈ ക്രിസ്തീയമായ നല്ലൊരു സംസ്കാരം ഉണ്ടായി. ഇന്നും ലോകം ഇത്രയും പുരോഗമിക്കും, ക്രിസ്തീയ സംസ്കാരം എല്ലാവർക്കും ഇഷ്ടം. ക്രിസ്തുവിനോട് മാത്രമേ ആളുകൾക്ക് പണക്കുള്ളൂ. ശരിയല്ലേ? നമുക്ക് ചുറ്റും ഒരുപാട് ക്രിസ്ത്യാനികളുണ്ടല്ലേ? അവരൊരു നല്ലൊരു ക്രിസ്തീയതയ്ക്ക് എന്തുണ്ട്? ഈ നല്ല വിവാഹം, നല്ല കുടുംബജീവിതം, നല്ല ഫാമിലി ലൈഫ്, നല്ല ഇതെല്ലാം നമുക്ക് കിട്ടിയത് എവിടുന്നാണ്? ഇതെല്ലാം ലോകത്തിന് സംഭാവന ചെയ്തത് ആരാണ്? ക്രിസ്തീയതയാണ്. അതെല്ലാവർക്കും ഇഷ്ടം, എപ്പോഴും അതെ. അതിൽ ചാരി നിന്നുകൊണ്ടല്ലേ, അതിൽ നിന്ന് കിട്ടിയ ബെനഫിറ്റ് കൊണ്ടാണ് അല്ലെങ്കിൽ നേട്ടം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ക്രിസ്ത്യാനികളെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുന്നത്? മനുഷ്യരിന്ന് ക്രൂശിക്കുന്നത് അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുന്നത്. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. അതെ, നമ്മുടെ കർത്താവിന് ക്രൂശാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ അതിനേക്കാൾ ബെറ്റർ ലെവലിൽ അതിനേക്കാൾ നല്ലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തീയതയ്ക്ക് പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. ശരി, നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോ 100 വർഷത്തെ ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ തദ്ദേശീയ സഭകളായിട്ട് ഒരു 40-60 വർഷങ്ങളെ ആയിട്ടുള്ളൂ അല്ലേ? അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ചരിത്രം എന്നുള്ളതല്ല, മൊത്തം ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ ഇന്ന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തിനൊക്കെയാണ് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. എന്തൊക്കെ കാര്യങ്ങളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്? നമുക്കറിയാലോ, അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളില് ആ ക്രിസ്തീയത തകരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിലൊക്കെ വന്ന, അതായത് നിരീശ്വരവാദം, ഫെമിനിസം, അതുപോലെയുള്ള അനേക തത്വചിന്തകളെ ലോകത്തിൽ അങ്ങനെ പടരാനും അങ്ങനെ മനുഷ്യര് ഈ ക്രിസ്തീയത വിട്ട്, അതായത് ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങള് അത് ബാധിച്ച് അവർക്ക് മനുഷ്യരെ മനസ്സിലാക്കാൻ, അതുപോലെ ശാസ്ത്രത്തിന്റെ പുരോഗതിയും അതിനവർ കൂട്ടായിട്ടെടുക്കും. ശാസ്ത്രത്തിന്റെ പുരോഗതി യഥാർത്ഥമായിട്ട് അറിഞ്ഞ ശാസ്ത്രജ്ഞന്മാരൊക്കെ നല്ല വിശ്വാസികളും നല്ല ക്രിസ്ത്യാനികളുമാണ്. എന്നാൽ എല്ലാത്തിനെയും എന്ത് ചെയ്യും? ദോഷമായിട്ടും നന്നായിട്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ അമേരിക്കൻ, യൂറോപ്യൻ നാടുകളിലൊക്കെ ഈ ക്രിസ്തീയതയൊക്കെ ഇങ്ങോട്ട് വളരെ താണിട്ട് അവരുടെ ആ ധാർമ്മിക സ്ഥിതി വളരെ അധപ്പതിച്ചു. അതാണ് അവർക്ക് വന്നത്. അപ്പം അത് ആ 18-ാം നൂറ്റാണ്ട്, അത് കഴിഞ്ഞ് 1960-കളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചറിയാം. ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്നത്, ഇപ്പൊ നമ്മുടെ കേരളത്തെ എടുത്തു കഴിഞ്ഞാല്, കേരളം ക്രൈമിന്റെ തലസ്ഥാനമാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാന സിറ്റിയാണ് കൊച്ചി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ് പറയുന്നത്? മയക്കുമരുന്നും മദ്യവും അതുപോലെ അധാർമിക ജീവിതവും എല്ലാം ഒരുപാട് പെരുകി. അതാണ് നമ്മൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ
ഒരു അമേരിക്കൻ നാടുകളിലൊക്കെ 1960-കളിലൊക്കെ വന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞുങ്ങളെ അടിക്കാൻ പാടില്ല, അതുപോലെ വളരെ സ്വാതന്ത്ര്യം, എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യം കൊടുക്കും. ഇപ്പൊ നമ്മൾ മുന്നോട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതാണ്, നമുക്ക് ചിന്തിച്ചാൽ അറിയാം ഈ ക്രിസ്തീയതയെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ അധർമ്മങ്ങൾ പെരുകുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുന്ന എന്തിനെയാണ്? നമുക്ക് 1-2 മേഖലകൾ അങ്ങനെ ചിന്തിച്ചു നോക്കാം. അതിനോട് ചേർത്ത് നമുക്ക് ഈ കാര്യങ്ങളും കൂടെ പറയാം. വിവാഹത്തെയും കുടുംബ ജീവിതത്തെയാണ് വാസ്തവമായിട്ടും എന്ത് ബാധിക്കുന്നത്? ഈ ധാർമ്മികമായ അധപ്പതം. നിങ്ങളൊന്ന് ഓർത്തേക്ക്, ദൈവരാജ്യത്തിന്റെ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് ദൈവം ആദ്യം സൃഷ്ടിച്ച ആരെയാണ്? ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുടുംബമാണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം ദൈവരാജ്യത്തിന്റെ ഒരു സ്വാഭാവികമാണ്. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിന്റെ ആ പ്രവൃത്തിയിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ഒരു കുടുംബമാണ്, അല്ലെ? അപ്പം ആ കുടുംബത്തിലെ നല്ല കുടുംബങ്ങൾ ചേർന്നാൽ നല്ല സഭകൾ ഉണ്ടാവും, അല്ലെ? നല്ല കുടുംബങ്ങൾ ചേർത്ത് നല്ലൊരു സമൂഹം ഉണ്ടാവും. അപ്പൊ ഒരു ടൗണിലെ നല്ല കുടുംബങ്ങളാണെങ്കിൽ അതൊരു നല്ല ടൗൺ ആയിട്ട് അറിയപ്പെടും, അല്ലെ? അപ്പൊ നല്ല കുറെ കുടുംബങ്ങളുള്ള ഒരു രാജ്യം എങ്ങനെയായിരിക്കും? നല്ലൊരു രാജ്യമായിരിക്കും. അപ്പൊ അത് നമ്മൾ മാത്രമല്ല, ഈ ഭൗതിക ലോകം അല്ലെങ്കിൽ ഇന്നുള്ള നേതാക്കന്മാർക്കും എല്ലാം അറിയാവുന്ന കാര്യം എന്താണ്? കുടുംബം നന്നായെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് വന്ന ഏറ്റവും വലിയ മൂല്യച്യുതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുടുംബം, കുടുംബജീവിതം, അതിന്റെ ആ ചട്ടക്കൂടുകളിൽ നിന്ന് പല കാര്യങ്ങളെ എടുത്തു മാറ്റി, അല്ലെങ്കിൽ അതിലേക്ക് പല കാര്യങ്ങൾ അതിന്റെ നിർവചനം മാറ്റിക്കളഞ്ഞു. ഒന്നാമത് വന്ന മാറ്റം അതാണ്. ആ കുടുംബജീവിതത്തിന്റെ വിവാഹത്തിന്റെ ഒക്കെ നിർവചനങ്ങളെ മാറ്റിക്കളഞ്ഞു. നമുക്കറിയാം കർത്താവ് വിവാഹം സ്ഥാപിച്ചു. അതിനു മുൻപേ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ നമ്മളെങ്ങനെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ എന്നാ വായിക്കുന്നത്? ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അതിന് താഴേക്ക് വായിക്കുന്ന എന്നാ? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ. അപ്പൊ വിവാഹം, ദൈവം ആണും പെണ്ണിനെയും പുരുഷനെ സൃഷ്ടിച്ചു. ആ പുരുഷന്റെ ഉള്ളിലെ സ്ത്രീ ഉണ്ടായിരുന്നു. ആ പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, സ്ത്രീയെ കൊടുത്തു. നമുക്ക് ചരിത്രങ്ങളെല്ലാം അറിയാം. അപ്പൊ ഒരു പുരുഷൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ പൂർണ്ണനാണെങ്കിൽ ആര് വരണം? ഒരു സ്ത്രീ വരണം. അല്ലെങ്കിൽ ആ മനുഷ്യനും സ്ത്രീയും പുരുഷനും. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ എങ്ങനെയാണ്? സ്ത്രീയും പുരുഷനും തന്നെ വേണോ വിവാഹത്തിന്? വേണ്ട, അല്ലെ? ഇതിലേക്കൊന്നും ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻ പോകുന്നില്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലത്ത്, അല്ലെ? കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് അങ്ങനെ ഒരു വിവാഹം കഴിച്ചാൽ പിന്നെ സകലമാന ചാനലുകളിൽ ഇന്റർവ്യൂ, അതിങ്ങനെ വളരെ എന്താ ചെയ്യുന്നത്? ആഘോഷിക്കുവാണ്, അല്ലെ? അപ്പം അങ്ങനെ ഒരു മാറ്റം വന്നു, അല്ലെ? സോ ആണും പെണ്ണും വേണമെന്നില്ല, ആണോ പിന്നെ ഇനിയിപ്പോ എന്താ പറയേണ്ട? വിവാഹത്തിന്റെ എല്ലാം നിർവചനങ്ങള് മാറി. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ഒക്കെ നന്നായി ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ലൈംഗികത എന്നുള്ളത് ദൈവം എവിടെ വെച്ചിരുന്നതാണ്? എവിടെ മാത്രമാണ് അതിന്റെ ആസ്വാദനമുള്ളൂ? കുടുംബത്തിന്റെ ഉള്ളിലാണ് എന്ത് വരേണ്ടത്? ലൈംഗികത വരേണ്ടത്, അല്ലെ? അപ്പൊ ഈ ലൈംഗികത ദൈവം തന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് ആസ്വദിക്കാൻ മാത്രമല്ല, നിങ്ങൾ സന്താനം, അത് ആവശ്യമല്ലേ? ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ലൈംഗികത നമുക്ക് ആവശ്യമാണ്. അത് ഉപയോഗിക്കണം. നമ്മൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയാനാണ്, അല്ലെ? ഇപ്പൊ നമ്മളൊന്ന് നോക്കിയേ, ഈ ലൈംഗികത എടുത്തിട്ട് നമ്മൾ എന്തിനു വേണ്ടിയോ വാദിക്കണ സമൂഹം? ഫ്രീ സെക്സ്, അല്ലെ? അതായത് ബോധിച്ച ആളോട് കൂടി പോയി ജീവിക്കാൻ, അല്ലെ? നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അന്ന് അവിടെ രാജാവില്ലായിരുന്നു, ജനം തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ന് പറഞ്ഞതുപോലെ ബോധിച്ച ആളുകളുടെ കൂടെ പോയി ഒന്നിച്ച് ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് സമൂഹം മാറി. അപ്പം ഈ കുടുംബത്തിൽ നിന്ന് അത് എടുത്തു മാറ്റിയിട്ട് അത് എങ്ങോട്ട് പോയി? ഇപ്പൊ നമുക്കറിയാം റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, പിന്നെ എന്തൊക്കെ ഷിപ്പാന്ന് എനിക്കറിയില്ല. അപ്പം പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കറിയാം. നിങ്ങൾ എന്നെക്കാളും ആ വിഷയത്തിൽ അറിവുള്ളവരായിരിക്കാം. നിങ്ങൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് ഷിപ്പുകളിലേക്ക് പോയ കാലഘട്ടം, അല്ലെ? അങ്ങനെ ലൈംഗികത എന്ത് ചെയ്തു? കുടുംബത്തിൽ നിന്നും നീക്കിക്കളഞ്ഞു. പിന്നെ ലൗകിക മോഹങ്ങളുടെ ഒരു സ്വാധീനം കുടുംബങ്ങളിലേക്ക് വന്നില്ലേ? എന്താണ് ലൗകിക മോഹങ്ങള്? അതായത് നമുക്ക് നോക്കാം, അബ്രഹാമും ലോത്തും ഒന്നിച്ച്, ലോത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ലോത്ത് സോദോമിലേക്ക് കൂടാരം നീക്കി അടിച്ചു. എന്ത് സംഭവിച്ചു?
ലോത്തിന്റെ ഫാമിലിയും ആ ഫാമിലി ലൈഫും എല്ലാം പോയിട്ട് ലോത്തിന്റെ ആ കുടുംബത്തിന്റെ ഹിസ്റ്ററി നമ്മൾ എടുത്താൽ രണ്ട് മോവാബ്യരും അമ്മോന്യരും എന്നുള്ള രണ്ട് സംസ്കാരങ്ങളെ കൊണ്ടുവന്ന ആ സംസ്കാരം നല്ലതാണോ? അത് കർത്താവിന്റെ സഭയില് ഇത്ര തലമുറ വരെ അവർക്ക് പ്രവേശനം പോലും ദൈവം നിഷേധിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പം അതാണ് അതിന്റെ അപ്പൊ ഈ ലൗകികത, അതായത് ലോക സ്നേഹം, ലോകത്തോടുള്ള പറ്റുമാനം നമുക്ക് കൂടുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തെ അത് ബാധിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, നമ്മളെ എന്തിനാണോ ദൈവം ഒരു കുടുംബത്തിലാക്കി വെച്ചിരിക്കുന്നത് അതിന്റെ ഉദ്ദേശം മാറിപ്പോകും. അതാണ് അവിടെ സംഭവിക്കുന്ന കാര്യം. അതുപോലെ തന്നെ നമുക്കെല്ലാം വന്ന ഒരു ധാരണ എന്താണ്, ഇതെല്ലാം അതിന്റെ സപ്പോർട്ടായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ്? രസിക്കാനാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ എന്നാ? അടിച്ച് പൊളിക്കുക അല്ലെ? നമ്മൾ ആരും രസം, കുടുംബജീവിതത്തിൽ നല്ലൊരു രസമില്ലേ? കുടുംബജീവിതം വളരെ രസമുള്ള, വളരെ സന്തോഷമുള്ള, ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും നല്ല ക്രമം. അതിൽ ജീവിതത്തിൽ എന്ത് വേണം? നമുക്ക് ആസ്വാദ്യതയും അതുപോലെ തന്നെ രസിക്കലും എല്ലാം വേണം. പക്ഷെ അത് മാത്രം പോരാ. ഇപ്പോഴത്തെ ഇപ്പം അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്താണ്, അവർ 5 ദിവസം ജോലി ചെയ്യും, പിന്നെ ആ ജോലി ചെയ്ത പൈസ കൊണ്ട് അവർ 2 ദിവസം എന്ത് ചെയ്യും? നമ്മൾ ആഘോഷമായിട്ട് അവര് അതിനെയൊന്നും വിമർശിക്കാനല്ല കേട്ടോ, ഞാനത് അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഇടയിലേക്ക് അങ്ങനെ ഒരു സംസ്കാരം വന്നില്ലേ അല്ലേ? അപ്പം ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അതിഭക്ഷണത്താലും ഇങ്ങനെയുള്ള ചിന്തകളാലും, ഞാൻ ആ വാക്യങ്ങൾ എടുത്ത് വായിക്കാത്ത സമയം വേണം പോകേണ്ടത് കൊണ്ടാണ്, നിങ്ങൾക്കറിയാം. അതിഭക്ഷണത്താലും ഈ ചിന്തകളാലും എല്ലാം നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പേടി പോലെ എന്തു വരും? അതായത് രസിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ദൈവം പറയുന്നില്ല, നമുക്ക് രസിക്കും. പക്ഷെ അത് മാത്രം നമ്മുടെ ഫാമിലി ലൈഫിലേക്ക് അതൊക്കെ ലോകത്തിന്റെ ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. നമ്മിലേക്കും വരാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ വിവാഹമോചനങ്ങൾ, ഞാൻ വിചാരിക്കുന്ന ഒരു 10 വർഷം മുമ്പൊക്കെ നമ്മുടെ ഇടയിൽ ഒന്നും അത് അങ്ങനെ ചിന്തിക്കുന്ന കാര്യം പോലും ആയിരുന്നില്ല അല്ലേ? ഇപ്പൊ നമ്മുടെ ഇടയിലും ആ കാര്യങ്ങൾ വന്ന് നമ്മൾ അതിനെ അവഗണിക്കാനായിട്ട് പാടില്ല അല്ലേ? വിവാഹമോചനം, അപ്പം കർത്താവിന്റെ അടുത്ത് വന്ന ആളുകളെ പരിചയന്മാർ വന്നിട്ട് എന്താ ചോദിച്ചേ? നമ്മളെല്ലാം ഒരു അവൾ അങ്ങനെ ചെയ്തില്ല, അപ്പൊ എനിക്കും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മോശം എന്ത് ചെയ്തു? വിവാഹമോചനം അനുവദിച്ചില്ലേ? എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കും. അപ്പൊ കർത്താവ് അതിന് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ്, നിങ്ങളുടെ നന്മ കൊണ്ടല്ല അന്നത് കിട്ടിയത്. നന്മ കൊണ്ട് കിട്ടാത്ത ഒരു കാര്യം ഇത് നമ്മൾ നന്മയായിട്ട് വെക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇത് ഞാൻ 2-3 കാര്യങ്ങൾ ഇങ്ങനെ പൊതുവിൽ പറഞ്ഞതാണ്. ഇനി നമുക്ക് വന്നിരിക്കുന്ന ഒരു മാറ്റം, അതായത് കുടുംബജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. വിവാഹം, അതിന്റെ പാവനത, അതിന്റെ പരിശുദ്ധി, അതിലേക്ക് വന്ന മാറ്റങ്ങള്. അതുപോലെ തന്നെ കുടുംബത്തിൽ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. കുടുംബത്തിൽ ദൈവം പറഞ്ഞു നമുക്ക് തന്നിരിക്കുന്ന മക്കളെ ജനിപ്പിച്ചു. ഇപ്പൊ എന്താണ്? ഓപ്ഷണൽ ആണല്ലേ? എന്തിനാ മനുഷ്യൻ ലിവിങ് ടുഗദർ നടത്തുന്നത്? അല്ലെങ്കിൽ ഒന്നിച്ച് വിവാഹം കഴിക്കണില്ല അല്ലെ? മക്കളെയും വേണ്ട, ഉത്തരവാദിത്വമല്ല. ഇനിയിപ്പോ അതൊരു കൊച്ചുണ്ടായാൽ അതിനെ ഇഷ്ടമുള്ളവര് എടുക്കട്ടെ അല്ലെ? അപ്പൊ നമ്മുടെ ഇടയിലും ചിലപ്പം നമ്മുടെ ഇടയിലുള്ള ആളുകൾക്ക് ഒരു ചിന്ത വരാം, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? പ്രസവിച്ചവർക്കറിയാം, പ്രസവവും ഗർഭധാരണവും കുഞ്ഞുങ്ങളെ വളർത്തലും ഒക്കെ എന്താണ്. പക്ഷെ അതെന്താ? അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പദവിയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, എന്തോരം വലിയൊരു പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാതൃത്വവും അതുപോലെ ഭാര്യ ആയിരിക്കാനുള്ള അവസരങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ ലഭിക്കുന്ന, അല്ലെ ദൈവരാജ്യത്തിന് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ദൈവം നമുക്ക് തന്ന സന്താനപുഷ്ടിയുള്ളവരായി വളരുക എന്നുള്ള കാര്യം എങ്ങനെയാണ് നടക്കുന്നത്? ദൈവത്തിന് പ്രശ്നം ഉണ്ടെന്നല്ല, അതിൽ നമ്മളെങ്ങനെ പങ്കാളികളാകുന്നേ? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ളത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ നമ്മൾ എന്ത് ചെയ്യണം? അത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ചിന്തിക്കാം. ശരി, ഇനി നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണ്? ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു കാരണം എന്താണ്? ഈ ഫോണാണ്. ഈ കൊറോണ വന്നതാണ് അല്ലേ? ഞാൻ കേൾക്കാത്തത് പിള്ളേരുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഫോണാണോ ശരിക്കും? ഫോൺ വേണ്ടേ നമുക്ക്? ടെക്നോളജി വേണ്ടേ നമുക്ക് അല്ലേ? ഇപ്പൊ AI വന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? അപ്പം നമ്മളൊക്കെ ആയിരിക്കുന്നതില് ഏറ്റവും കൂടുതൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. എന്താ? അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി. ഇതെല്ലാത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇതൊരിക്കലും മനുഷ്യന്റെ ബുദ്ധി പോലെ ബുദ്ധിയുള്ള ഒന്നും അല്ല. നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്നാ? നിർമ്മിച്ചെടുക്കുവാണ്.
അതായത് നമുക്കുള്ള റീസണിങ്, നമുക്ക് ഒരു ചോദ്യോത്തരം കണ്ടുപിടിക്കാൻ, ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സോഫ്റ്റ്വെയർ കൊടുക്കുന്ന ആ ആജ്ഞയിലൂടെ പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന് കുറെ സ്പീഡ് കൂടി അത് വേണം നമുക്ക്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇപ്പം എന്റെ ഒരു കാലഘട്ടത്തിന് മുമ്പാണെങ്കിൽ നമുക്ക് മുളകരയ്ക്കണം, കാപ്പി വറുത്ത് പൊടിക്കണം, നെല്ല് കുത്തണം, അരി പൊടിക്കണം അല്ലേ? ഞാനൊക്കെ വന്നപ്പോ എന്റെയൊക്കെ ചെറുപ്പത്തിലും ഞാനൊക്കെ നെല്ലില്ല, ഞങ്ങളുടെ നാട്ടിൽ അവിടെ നെല്ലില്ലായിരുന്നു, അരി പൊടിച്ചിട്ടുണ്ട്, അരച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ഇനിയിപ്പം നമ്മുടെ മക്കളൊന്നും വന്നപ്പോഴത്തേക്കോ അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ടെക്നോളജിയും മനുഷ്യന് കൊടുക്കുന്ന ബുദ്ധിയും അതൊന്നും നമ്മൾ അതിന്റെ നല്ല സെൻസിലെടുക്കണം. നമ്മളെല്ലാം കുറ്റവും കൊണ്ട് അതിന്റെ മേലിടേണ്ട കാര്യമൊന്നുമില്ല. അതിനെയെല്ലാം അതിജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആര് തന്നിട്ടുണ്ട്? നമുക്ക് ദൈവം അല്ലെ? കൊറോണ വന്നു, അതൊരു അനുഗ്രഹമായിരുന്നില്ലേ? ടെക്നോളജി വളരെ അല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരോട് സുവിശേഷം പറയാൻ പാടില്ല. ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഗുണം അതാണ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മള് വേറൊരു രാജ്യത്ത് പോണ എന്തെല്ലാം ഫോർമാലിറ്റിയാണ്, നമുക്കതും പറ്റും. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ ജോലി ഭാരങ്ങൾ കുറഞ്ഞില്ലേ? ഇപ്പൊ നോക്കിയേ, പണ്ടത്തേക്കാൾ ഇപ്പൊ 1 മണിക്കൂറുണ്ട് നമുക്ക് ഒരു ദിവസം വീട്ടിലേക്കുള്ള ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാം? പാചകം ചെയ്ത് വെക്കാം, ബാക്കി സമയം നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം നന്മയുണ്ട്. നമ്മൾ ഇതിനെയൊന്നും കണ്ടിട്ട് ഇതിനൊക്കെ ആയിട്ട് കുറ്റം ചാരുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ പ്രശ്നം ഇരിക്കുന്നത്. അല്ലാതെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ആവിർഭാവമോ ഫോണോ ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ശരി, നമുക്ക് നോക്കാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ പോകാം. ഞാൻ ഈ ഭാഗം വേഗം വിട്ട് എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളാണ്. നമുക്ക് പരിമിതമായ സമയം കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ. അപ്പൊ വളരെ വേഗം മാറുന്ന ഒരു ലോകമാണ് അല്ലെ? ആ ലോകത്തിൽ നമുക്ക് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റമില്ലേ? നമ്മൾ മാറണ്ടേ? നമുക്ക് മാറ്റം വേണ്ടേ അല്ലേ? ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ടച്ച് ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയാൻ പാടില്ല. അത് ഉപയോഗിച്ചപ്പോഴാണ് അതിന്റെ ഗുണം മനസ്സിലായത്. അപ്പൊ ഇതൊക്കെ പഠിച്ചെടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ആ മേഖലയിൽ എന്ത് ചെയ്യാം? നമുക്ക് മാറണം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറുമ്പോൾ മാറ്റമില്ലാത്ത ചില കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെയൊക്കെ ദോഷഭാഗങ്ങളിലേക്ക് പോകേണ്ടയോ യാതൊരു ആവശ്യവുമില്ല. അതിന് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. 9-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ശേം, ഹാം, യാഫത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. അതിന് തൊട്ട് മുകളിലാണ് നമ്മൾ വായിച്ച കാര്യം. ബോധിച്ചവരെ ഭാര്യമാരുടെ എടുത്തു. ദൈവം ലോകം വളരെ വഷളത്വമുള്ളതെന്ന് കണ്ടിട്ട് അതിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. നോഹ ആ തലമുറയിൽ എങ്ങനെ ജീവിച്ചു? നോഹ ആ തലമുറയുടെ മധ്യ എങ്ങനെ ജീവിച്ചു? നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു, ദൈവത്തോടുകൂടി നടന്നു, മക്കളുണ്ടായി. നോഹ ഒരു സന്യസിക്കുമായിരുന്നില്ല അല്ലെ? ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പൊ നമ്മൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ള ആ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള എല്ലാ കൃപയും എല്ലാ കാലഘട്ടത്തിലും ദൈവം നോഹയുടെ കാലത്തേക്കാൾ എത്രയോ ഏറെ നന്നായി ജീവിക്കാൻ പറ്റും. നമുക്ക് എഴുതി തന്ന മുഴുവൻ ദൈവവചനം ഉണ്ടല്ലേ? ഇവരുടെ എല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. നമുക്കിനി എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കാം. ഇങ്ങനെ വായിക്കാം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. അപ്പോ ഈ തലമുറയിലെ കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് മാറണം, മാറ്റം വേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് നോഹയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ എങ്ങനെ മാറണം? നമുക്ക് മാറ്റം വേണം. അത് നമ്മൾ എങ്ങനെ മാറണമെന്ന് നമുക്ക് നോഹയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ വായിച്ച എബ്രായ ലേഖനത്തില് നോഹ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചപ്പോ നോഹ അങ്ങനെ നടന്നു, പുത്രന്മാരെ എങ്ങനെയാണ് നോഹ അങ്ങനെ കാര്യങ്ങളെ ദൈവത്തിന്റെ കൃപ ലഭിച്ച നോഹ അങ്ങനെ ചെയ്തതെന്ന് ഇവിടെ നമ്മൾ വായിച്ച എബ്രായ ലേഖനം 11-ന്റെ 7-ാം വാക്യത്തില് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു.
അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. അപ്പം ആ വഷളായ ലോകത്തില് നോഹ എങ്ങനെ ജീവിച്ചു? തന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം തീർത്തു, അല്ലെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണ്? നമ്മളായിരിക്കുന്ന ഈ ഭൂമി, ഈ ലോകം, അതിങ്ങനെ വളരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. അധാർമികമായ കാര്യങ്ങളും പാപങ്ങളും എല്ലാം പെരുകിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുടുംബത്തിലേക്ക് ലോകത്തിന്റെ കാര്യങ്ങൾ വരാതെ വണ്ണം നമ്മളൊരു പെട്ടകം, ഇവിടെ പെട്ടകം അതിന്റെ ഒരു ഇതാണ്. പെട്ടകം തീർത്തു. അന്നത്തെ കാലത്ത് നോഹ പെട്ടകം തീർത്തപ്പം അതൊരു അങ്ങനെ ആക്ഷരികമായിട്ട് തന്നെ ആ പെട്ടകം നോഹയ്ക്ക് എന്തായിട്ട് തീർന്നു? തന്റെ കുടുംബത്തെ കടത്തി അവൻ രക്ഷിച്ചു. എന്നിട്ട് നമ്മൾ വായിക്കുന്നതിന് ആ വിശ്വാസത്തിൽ ആ കാലഘട്ടത്തില് നോഹ ആ 120 വർഷം പ്രസംഗിച്ചിട്ട് ഒരൊറ്റ മനുഷ്യൻ പോലും വിശ്വാസത്താൽ തന്നോടുകൂടെ നീതീകരിച്ചില്ല. ലോകത്തെ കുറ്റം തിരിക്കാനായിട്ട് തന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. നോഹ എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ? ആ വിശ്വാസത്താൽ അന്നത്തെ ശരിയല്ലേ, ആ ലോകം മുഴുവനും ആ കർത്താവിനെ അനുസരിക്കാത്ത, വിശ്വസിക്കാത്ത എല്ലാ മനുഷ്യരും എന്തായിത്തീർന്നു? അവരെല്ലാം ആ വെള്ളപ്പൊക്കത്തില് ആ മണ്ണോട് ചേർന്ന് പോയില്ലേ? പക്ഷെ നോഹ ആ പെട്ടകം അങ്ങനെ പർവ്വതത്തിൽ ഉറച്ചു. താൻ അങ്ങനെ പുറത്തിറങ്ങി, താൻ കൊണ്ടുവന്ന ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് കർത്താവിന് യാഗം കഴിച്ചു, അല്ലെ? ദൈവത്തെ ആരാധിച്ചു. അതിലൂടെ നോഹ എന്ത് ചെയ്തു? ലോകത്ത്. അപ്പം അതേ ഒരു പൊസിഷനിലാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളെയും ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഭൂമിയില് നമ്മുടെ ഓരോ കുടുംബങ്ങളെയും കർത്താവ് പണിത് വച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഓരോ കുടുംബങ്ങളും ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ പറ്റാതെ വണ്ണം നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളവർക്ക് സഹോദരിമാരായി ഞങ്ങൾ ഇനി പെട്ടകം പണിയണോ, അല്ലെ? സദൃശ്യവാക്യം 14:1 എന്നാ വായിക്കുന്ന? സ്ത്രീകൾ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരാതെ ഗാർഡ് ചെയ്യാനുള്ള ഒരു ഇത് ആർക്ക് തന്നിട്ടുണ്ട്? നമുക്ക്. 2 തിമോഥെയോസ് 3-ാം അധ്യായം, അതിൽ നമ്മള് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങളൊക്കെ വരും എന്ന് വായിച്ചു വരുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്ന് ഈ ദുരുപദേശങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ മാലിന്യങ്ങള് എപ്പോഴും പഠിച്ചിട്ടും പരിജ്ഞാനം പ്രാപിക്കാത്ത സ്ത്രീകളിലൂടെ എന്ത് ചെയ്തു? ശരിയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ അതിനോർത്ത് ചെയ്യണ്ട. നമുക്ക് നല്ലൊരു സാധ്യത, സ്ത്രീകൾക്ക് ഭവനം പണിയാനും പൊളിച്ചു, അല്ലെ? 14-1 വാക്യം നമ്മുടെ എല്ലാ ക്യാമ്പുകളിലും ഞാൻ വിചാരിക്കുന്നു, അത് നിങ്ങളെ ബോറടിപ്പിച്ചെങ്കിൽ സോറി, പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ സുനിത വില്യംസിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഒരു സ്ത്രീക്ക് എന്തോരം സാധ്യതയുണ്ട്, വളരെ ഹൈ. ദൈവം അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന കുടുംബത്തെ നമുക്ക് പണിതുയർത്താം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കത് പൊളിച്ചു കളയാം. അതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. ശരി, നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ലോകത്തല്ലേ ജയിക്കേണ്ടത്. നമ്മൾ ഈ ലോകത്തിലല്ലേ? ഈ ലോകത്തെ ഇനിയിപ്പോ നമുക്ക് ആ നോഹയെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരു പെട്ടകം, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുക. ഒന്നാമത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നോഹയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് ഒരു പെട്ടകം തീർക്കാനായിട്ട് എങ്ങനെ? വിശ്വാസം. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അത് എങ്ങനെ നമുക്ക് സാധിക്കും? ഈ പെട്ടകം എങ്ങനെ നമുക്ക് തീർക്കാനായിട്ട് പറ്റും? നമുക്ക് 1 യോഹന്നാൻ 5:4 നമുക്ക് ആദ്യം വായിക്കാം. 1 യോഹന്നാൻ 5:4 ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഇനി 5:1 നമുക്ക് വായിക്കാം: യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോ ഈ ലോകത്തെ ജയിക്കാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആയുധം എന്താണ്? നമ്മള് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ആ ജനിച്ചത് എങ്ങനെയാണ്? അതാണ് 5:1 വായിച്ചത്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം, നമുക്കറിയാം രക്ഷിക്കപ്പെടുന്ന കാര്യം, അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവും നാഥനുമായി, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, കർത്താവിന്റെ സകല ശിക്ഷയും വഹിച്ചു, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണേ കർത്താവ്, എന്നെ അവിടുത്തെ മകളാക്കണേ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആരായിത്തീർന്നു? ദൈവത്തിന്റെ പൈതലായിത്തീർന്നു. ഇനി അതേ വിശ്വാസം, ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ
വിശ്വാസം തന്നെ നമുക്ക് തുടർന്ന് നമുക്ക് ഈ ലോകത്തെ കുറിച്ച് അല്പം ഈ 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങളിലുള്ളവൻ അവരിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നമ്മളിലുള്ളവൻ ആരാണ്? നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ലോകത്തിലെ മനുഷ്യരുടെ ലോകത്തിലെ പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവുണ്ടോ? അപ്പൊ നമ്മളിലുള്ളവൻ, അതാണ് ഞാൻ പറഞ്ഞേ, നമ്മുടെ പെട്ടകം എന്താണ്? വിശ്വാസത്താലുള്ള ഒരു കവറിങ്. വിശ്വാസത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഉദാഹരണങ്ങളാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നല്ലേ. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്താലാണ്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 11:6 നമ്മൾ വായിക്കുന്നതാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അപ്പം അതാണ് ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന കാര്യം. അപ്പം ഇനി ഞാൻ ഈ കാര്യങ്ങളെല്ലാം വേഗം കണ്ടിട്ട് കുറച്ച് പ്രായോഗിക കാര്യങ്ങൾ പറയണമെന്നാണ്. നമുക്കതിനെ പ്രായോഗികമായ ചില പ്രാക്ടിക്കലായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാം. നമുക്കറിയാം, എന്നെ കേൾക്കുന്നവരിലെ ഭൂരിപക്ഷം ആളുകളും കർത്താവിനെ രക്ഷിതാവും നാഥനുമായിട്ട് സ്വീകരിച്ച ആളുകളായിരിക്കാം അല്ലേ. ചിലപ്പം ആരെങ്കിലും കർത്താവിനെ സ്വീകരിക്കാത്തവരുണ്ടോ? കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ 6 ദിവസം BBS ആയിരുന്നു. അപ്പോൾ BBSൽ കുട്ടികളോട് ചോദിച്ചാൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് ചോദിച്ചപ്പം ഓക്കെ എന്നുള്ളൊരു നിലയിൽ. പിന്നെ ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇന്നിപ്പോ കർത്താവ് വന്ന സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പുണ്ടോ? അപ്പൊ ചിലരൊക്കെ പറഞ്ഞു 50-50, അല്ലെങ്കിൽ അത്രയ്ക്ക് ഉറപ്പില്ല, അങ്ങനെ പറയാനായിട്ടേ. അപ്പൊ നമ്മുടെ ഇടയിലുള്ള ആളുകളിൽ കർത്താവിനെ സ്വീകരിക്കാത്ത നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇനി പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില പ്രായോഗിക കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അപ്പോ നമ്മുടെ കുടുംബത്തെ ഗാർഡ് ചെയ്യാനായിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമുക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു നല്ല ഉറപ്പുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആർക്കാ ദൈവം ഈ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഉത്തരവാദിത്വം പ്രാഥമികമായിട്ട് തന്നിരിക്കുന്നത്? BBSനാണോ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനാണോ, സഭയ്ക്കാണോ? അല്ല. ആർക്കാ തന്നേക്കണേ? മാതാപിതാക്കൾക്ക് അല്ലേ. നമ്മൾ ഏറ്റവും അടിവരയിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ രക്ഷയെ കുറിച്ച് ഇപ്പൊ നമുക്ക് ആരെയും രക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ അതിന് നല്ലൊരു ഉദാഹരണം നമുക്ക് ബൈബിളിൽ നോക്കാം. 2 തിമോഥെയോസിന്റെ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, തിമോഥെയോസിനെ, നിന്റെ നിർവ്യാജ വിശ്വാസത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നിന്റെ വലിയമ്മ ലോവിസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, ഇപ്പൊ നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ 2 തിമോത്തി 3:14 വാക്യത്തിൽ എന്നാന്നറിയാം, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ. അപ്പൊ ഈ തിമോഥെയോസിലേക്ക് വിശ്വാസം പകർന്നു കൊടുത്തത് എങ്ങനെയാണ്? അതിന് ആർക്കൊക്കെ പങ്കുണ്ടായിരുന്നു? വലിയമ്മയ്ക്കുണ്ട്. ഇവിടെ എന്നെ കേൾക്കുന്നവരിൽ വലിയമ്മമാരുണ്ട്, അമ്മമാരുണ്ട്, ചെറിയ കുട്ടികളുള്ളവരുണ്ട്. ഞാൻ ഒരു കാര്യം ഏറ്റവും അപ്പൊ നമുക്ക് നമ്മളെന്താ പറയുന്നത്, നമ്മൾ കമ്പ്യൂട്ടറിനെയും ഫോണിനെയും നമ്മുടെ ചർച്ചിനെയും നമ്മുടെ ആളുകളെ ആരെയല്ല നമ്മൾ കുറ്റം പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നമുക്കോ ഒരു ആത്മീയ സന്തോഷം. ഇപ്പൊ നമ്മള് യോഹന്നാന്റെ 2-ാം ലേഖനത്തിൽ വായിക്കുന്ന ഗായോസിനോട്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായിരിക്കാം. അപ്പൊ നമുക്ക് ശുഭവും സമാധാനവും സന്തോഷവും ഒക്കെ വേണമെങ്കിൽ എന്ത് വേണം? നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. അപ്പൊ ആത്മീക ജീവിതത്തിന് എന്തുണ്ട്? ആത്മീക ജീവിതം നല്ലതല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ മടുപ്പും ബുദ്ധിമുട്ടും എല്ലാം തോന്നുന്നത്. സദൃശവാക്യങ്ങളിലെ ഞാൻ റെഫറൻസ് ഓർക്കണ എല്ലാ വാക്യം ഓർക്കുന്നുണ്ട്. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരുന്നു. ഹൃദയത്തിൽ വിശ്വാസത്യാഗം വരുമ്പോഴാണ് നമുക്ക് മടുപ്പ് വരുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിന്റെ കാലഗതിയിലേക്ക് ഒഴുകി പോകാതെ സൂക്ഷിക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളില് കുഞ്ഞു കുട്ടികള് ചിലപ്പോൾ പ്രഗ്നന്റ് ആയവരുണ്ടായിരിക്കാം. ഞാൻ പറയുന്നത്, എന്നു മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് കിട്ടുമ്പോഴല്ല, അവരൊരിടത്തിൽ ഉരുവായിരിക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ട എന്താണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ മുഖാന്തരമാണോ രക്ഷിക്കപ്പെട്ടത്? ഞാനത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്.
അമ്മമാരായിരിക്കുന്ന നമ്മളാണ് നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കും. നമ്മൾ തന്നെയല്ല മക്കളെ വളർത്തുന്നത്, അത് ശരിയാവില്ല. അമ്മമാര് തന്നെ മക്കളെ വളർത്താനായിട്ടല്ല, പക്ഷേ അവരുടെ ഗ്രൂമിങ്ങിൽ, അവരെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ പ്രധാന പങ്ക് ആർക്കാണ്? നമ്മളോട് കൂടിയാണ്. പക്ഷേ നമ്മളും അവരുടെ പിതാവിന് നമ്മൾ മുഖാന്തരമാണ് എന്ത് കൊടുക്കുന്നത്? ഈ കുഞ്ഞിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മള്, അല്ലെങ്കിൽ ആ പിതാവും മാതാവും ചേർന്നായിരിക്കണം. പക്ഷേ എപ്പോഴും കുഞ്ഞുങ്ങളോട് കൂടി ഇരിക്കുന്നവർ എന്നുള്ള നിലയില് ഇപ്പൊ നമ്മുടെ ഭർത്താക്കന്മാരല്ലെ ആ കുഞ്ഞുങ്ങളുടെ അപ്പന്മാര് ഒരു കുടുംബാരാധനയിലായിരിക്കാം, ചിലപ്പോ ഒരു വാക്യമായി അവരോട് സുവിശേഷം പറയും. നമ്മൾ എങ്ങനെയാണ്? നമ്മൾ എല്ലായ്പ്പോഴും അവരോട് സുവിശേഷം നമുക്ക് പറയാം. ഓരോ സംഭവങ്ങളിലൂടെയും ഓരോ കാര്യങ്ങളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം? അവരോട് നമുക്ക് സുവിശേഷം പറയാം. സുവിശേഷം നമ്മൾ പറയണം. അവർ ഈ തിമോത്തിയോസ് പറഞ്ഞ രക്ഷയ്ക്ക് ഞാൻ, തിരുവഴുത്തുകളാണ് എന്ത് ചെയ്യുന്നത്? രക്ഷയ്ക്ക് ഞാൻ, അതായത് വചനം കേട്ടാലാണ് നമുക്ക് വിശ്വാസം വരുള്ളൂ. വിശ്വാസം പറഞ്ഞ എന്ത് ചെയ്യണം? നമ്മള് വചനം കേൾക്കണം. വചനം കേട്ട് നമ്മുടെ ഉള്ളിൽ വിശ്വാസം വന്നാലാണ് നമുക്ക്, ദൈവമാണത് കാരണമാനാക്കുന്നത്. അതിന് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണ്? കർത്താവ് ചോദിച്ചില്ലേ, ആരും പ്രസംഗിക്കാതെ ഇങ്ങനെ കേൾക്കും, ആരും വായിക്കാതെ ഇങ്ങനെ പ്രസംഗിക്കും, കേൾക്കാതെ ഇങ്ങനെ വിശ്വസിക്കും. ശരിയല്ലേ? നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഞാൻ എന്നെ ശോധന ചെയ്യുക. എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ വ്യക്തമായിട്ട് സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വെളിപ്പെടുന്ന സമയങ്ങൾ നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉറപ്പാക്കാൻ പറ്റും. എങ്ങനെയാ ഒരാളെ രക്ഷിക്കപ്പെടുമെന്ന് അറിയുന്നത്? എങ്ങനെയാണ്? വൃക്ഷത്തെ എന്തുകൊണ്ട് അറിയുന്നത്? ഫലം കൊണ്ട്, അല്ലെ? ഒരു വൃക്ഷം നട്ടു, അത് ഫലം കായ്ക്കുമ്പോഴാണ്. അപ്പോ ഒരു കുഞ്ഞാണെങ്കിലും അത് രക്ഷിക്കപ്പെട്ടാൽ അതിൻ്റെതായ മാറ്റങ്ങൾ അതിൽ ഉണ്ടാവും. ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് മിസ്റ്റേക്ക് ആണെന്ന് ആ കുഞ്ഞിന് മനസ്സിലാവും. പിന്നെ ഇതൊക്കെ നമുക്ക് ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ, അവർക്ക് മനസ്സിലാക്കാൻ നമ്മളും കുഞ്ഞുങ്ങളുമായിട്ട് എന്തു വേണം? വളരെ നല്ല ഒരു ബന്ധം വേണം. ഒരു അമ്മയും കുഞ്ഞും തമ്മിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധമില്ല. എന്ന് ഓർത്തു നോക്കിയേ, എത്ര ഊഷ്മളമാണ്, എത്ര സന്തോഷമാണ്. അതിനെ അങ്ങനെ നമ്മൾ എടുക്കുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്, ഏൽപ്പിച്ചിരിക്കും. അല്ലാതെ ഇതൊരു ഭാരമാണ്. അപ്പൊ ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാല്, കല്യാണം കഴിഞ്ഞ് ഉടനെ ഗർഭിണിയായാൽ അതൊരു പ്രശ്നമായിരിക്കും. കുറച്ച് ഇനിയിപ്പോ ഒരു കുട്ടി ഉണ്ടായിട്ട് അടുത്ത കുട്ടിയെ വേഗം ഒന്ന് ഗർഭിണിയായാൽ പിന്നെ ഒരു ഡിപ്രഷനായി, ഒരു പ്രശ്നമായി. ഞാൻ പറഞ്ഞത് ആർക്കും അങ്ങനെയല്ല. മക്കൾ ആരാണ്? മക്കളെ നമുക്ക് ദൈവം തരുന്ന ദാനമല്ലേ? ആഗ്രഹിച്ചിട്ട് നമുക്ക് ചിലർക്ക് കിട്ടുന്നില്ലല്ലോ. ഈ ദാനം, ഞാൻ ചോദിക്കട്ടെ, ദാനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരു വ്യക്തിയെ കൂലിക്ക് വിളിച്ചാൽ ഞാൻ കൊടുക്കുന്നത് കൂലിയാണ്. പക്ഷെ നമ്മുടെ അടുക്കൽ വല്ല ഭക്ഷണം തരാവോ, പൈസ ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? ദാനമാണ്. അത് അവർ ചോദിച്ചിട്ടോ അവരുടെ ഇത് വെച്ചിട്ടോ അല്ല, അത് നമ്മളാണ്. എന്ന് പറഞ്ഞതുപോലെ മക്കൾ നമ്മുടേതല്ല, കുറച്ചു നാളത്തേക്ക് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അങ്ങനെ തന്നെയാ പറയുന്നത്, അല്ലേ? ദാനമാണ്. അപ്പൊ നമ്മളതിനെ നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മളതിനെ എന്ത് ചെയ്യണം? കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അതിനെ തിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ അവരെ പോയിന്റ് ചെയ്ത് നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ജീവിതം ഒരു പൂന്തോട്ടം പോലെയാണെന്നാണ് പറയുന്നത്. ഒരു പൂന്തോട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാവരും നമ്മളിപ്പോ എല്ലാവരും ചെടിച്ചട്ടികളിലൊക്കെയാണ്, അല്ലെ? പൂന്തോട്ടങ്ങളും ഉണ്ട്. അപ്പൊ പൂന്തോട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതില് നമുക്കറിയാലോ, ചെടിയുടെ ഇടയിൽ കാട് മുളയ്ക്കുമ്പോ തന്നെ അത് പറിച്ചു കളഞ്ഞ എളുപ്പമാണ്. ആ ചെടികൾ എന്ത് ചെയ്യും? ചെടിക്ക് ഇട്ട് കൊടുക്കുന്ന വളമൊന്നും അത് വലിക്കില്ല. ഇനിയിപ്പോ ആ ചെടിയും കാടും കൂടെ ഒന്നിച്ചു വളർന്നാലോ ആ പൂന്തോട്ടത്തിന്റെ ഭംഗി പോയി. അതുപോലെയാണ് ചെറുതിനെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ജീവിതത്തെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ കുഞ്ഞിന് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യണം? കർത്താവിന്റെ ഒരു ക്ലീൻ സ്ലേറ്റ് പോലെയാണെന്ന് പറയുന്ന ഒരു കുഞ്ഞിന്റെ ഹൃദയം. പിന്നെ നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, അവരുടെ മുമ്പിൽ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ ആയിരിക്കണം? നമ്മളൊരു നല്ല ദൈവപൈതലായിട്ട് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? യാതൊരു ഫലവും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ മക്കള് എന്നെ കണ്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പിതാവിനെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പം ഏറ്റവും പ്രാഥമികമായ കാര്യം എന്താണ്? ഇപ്പൊ നമുക്ക് ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കിയേ. ദാവീദിന് നല്ല ഒരു ഫാമിലി ലൈഫില് ദാവീദിനൊരു
പാപം വന്നു അല്ലേ? 2 ശമൂവേലാന്ന് തോന്നുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണല്ലോ. അതിൽ 11-ാം അധ്യായത്തില് ബത്ശേബയുമായിട്ടുള്ള പാപം ദാവീദിന് ഉണ്ടായി. 13-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ അബ്നോനും താമാറും ദാവീദിന്റെ 2 മക്കളാണ്. ഞാനത് എന്തിനാന്ന് ചോദിച്ചാല് പേടിപ്പിക്കാനോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ അങ്ങനെയൊക്കെ കാണുന്നു അല്ലേ? അപ്പം നമ്മൾ എന്തായിരിക്കണം? നമ്മളൊരു നല്ല ജീവിതം നയിക്കണം. നമ്മളൊരു നല്ല ജീവിതം നയിച്ചാലാണ് അവർക്ക് നല്ലൊരു മോഡലായിട്ട് നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്ത, നിങ്ങളൊന്നും പറയണ്ട. നിങ്ങളുടെ ഉള്ളു വായിച്ചെടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അസൂയ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കും? അത് ട്രാൻസ്ഫർ ആയിരിക്കും. അങ്ങനെയാണ്, അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ വളരെ വളരെ ശ്രദ്ധയുള്ള മനുഷ്യര് ആയിരിക്കണം. അപ്പം ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ ലോകത്തെ ജയിച്ച് ജീവിക്കണമെങ്കിൽ ഈ ലോകം ആരുടെ അധീനതയിലാണ്? 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ലോകത്തിന്റെ പ്രഭു മനുഷ്യന്റെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം ഈ ലോകം ആരുടെ അധീനതയിലാണ്? പിശാച്. പക്ഷെ ആ പിശാചിന്റെ അധീനതയിൽ കിടക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളിപ്പോ വായിച്ച വാക്യപ്രകാരം എന്താണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇനി അതിന് അടിപ്പെടേണ്ട ആവശ്യമില്ല. ഇനി അനുദിന ജീവിതത്തിൽ ജയിച്ചുകൊണ്ടിരിക്കാൻ എന്താണ്? ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. ഇനി നമുക്ക് വളരെ വളരെ പ്രാക്ടിക്കൽ ആയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ അതിനു മുമ്പായിട്ടൊരു വാക്യം വായിക്കാം. സദൃശ്യവാക്യം 22-ന്റെ 6-ാം വാക്യം. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. സദൃശ്യവാക്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. അതേ അധ്യായത്തിൽ തന്നെ 22-ാം അധ്യായത്തിലെ തന്നെ 15-ാം വാക്യമാണ്. ബാലന്റെ ഹൃദയത്തോട് എന്ത് പറ്റിയിരിക്കുന്നു? ഭോഷത്വം. അത് കളയാനുള്ള ഒരു ഉപകരണവും അവിടെ പറഞ്ഞിട്ടുണ്ട്. ശിക്ഷയ്ക്കുള്ള വടി എന്ത് ചെയ്യും? അതിനെ അടിച്ചു വാരി കളി. ഒറ്റ വടിയേ ഉള്ളൂ, അതിനൊരു ഇതേ ഉപകരണമുള്ളൂ. അപ്പം അത് അടിച്ചു വാരി കളി. അതുപോലെ തന്നെ 13-ന്റെ 24 വടി ഉപയോഗിക്കാത്തവൻ എന്ത് ചെയ്യുന്നു? തന്റെ മകനെ പകയ്ക്കുന്നു എന്നാണ്. നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമല്ലേ? അപ്പൊ ഇവിടെ ഇതൊക്കെ നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇനിയുള്ള ഇതിനെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് എടുത്താൽ മതി. അപ്പോ നിങ്ങൾ ഇനി തുടർന്നു വരുന്ന വചന ശുശ്രൂഷകളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ട് അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണം. അതാണ് ഇതിനൊരു മരുന്നുള്ളൂ. സ്ത്രീകളിൽ നമുക്ക് ജ്ഞാനം വേണം. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളായിട്ട് ജീവിക്കാൻ പാടില്ല. കൊച്ചിന് ഇഷ്ടമുള്ള നല്ല ഭക്ഷണം, മൂത്തോൻ ഇതാണ് ഇഷ്ടം, രണ്ടാമത്തോക്ക് ഇതാണ് ഇഷ്ടം, അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ? അവൻ അത് കഴിക്കില്ല, ഇവിടുത്തെ തിന്നില്ല, അതൊക്കെ നമുക്കറിയാം അല്ലെ? പക്ഷേ അനന്യാസിലും സഫീറയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമുണ്ട്. എന്താണ്? അനന്യാസും സഫീറ. അനന്യാസ് വന്നു മരിച്ചു. സഫീറ കയറി വന്നപ്പോ അപ്പസ്തോലൻ ചോദിച്ചു, സഫീറ ഇത്രയും പൈസക്ക് തന്നെയാണോ? അപ്പോ ഒരു ചാൻസ് ഉണ്ട്. തെറ്റിന് കൂട്ട് നിൽക്കണോ നമ്മള്? അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? ശരി തെറ്റുകളെ തിരിച്ചറിയാനുള്ള ഒരു വകതിരിവ് വേണം. ഒന്ന് ഓർത്തു വയ്ക്കേ. സഫീറ കുറച്ചുകൂടി ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ. അതാണ് ജ്ഞാനമുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, അതാണ് ജ്ഞാനമുള്ള ഒരു ഭവനം പണിയുന്നു എന്ന് പറഞ്ഞു. സഫീറ കുറച്ചുകൂടെ നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ഇത്രയും എല്ലാവരും അങ്ങനെ അപ്പസ്തോലന്മാര് അവരാരും നിർബന്ധമൊന്നും പറഞ്ഞില്ല. ഇത്രയ്ക്ക് കൊടുത്തു, നമുക്ക് അതിനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളും കൊടുക്കാം, ഞങ്ങൾ ഇത്ര അപ്പസ്തോലന്മാരെ ആടി വല്ലതും വെച്ച് കൊടുക്കുമായിരുന്നു, ഒന്നുമില്ല അല്ലെ? പക്ഷെ എന്ത് വേണം? നമുക്ക് ശരി തെറ്റുകളെ തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനം വേണം. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരെ പഠിക്കണം. അവരെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമല്ല, അവരെ നമ്മൾ പഠിച്ചെടുക്കണം, അവരെ മനസ്സിലാക്കണം. ഓരോരുത്തരും ഓരോ പേഴ്സണാലിറ്റി ആയിരിക്കും, ഓരോരുത്തരും തെറ്റ് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഭാവികളാണ്. സകലവിധ ദോഷങ്ങളും നമ്മളെക്കാൾ കൂടുതൽ വേണമെങ്കിൽ അവരിലുണ്ട്. ഈ ബോധമൊക്കെ ആർക്ക് വേണം? നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണം. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ നടക്കേണ്ടുന്ന വഴി, നടക്കേണ്ടുന്ന ഒരു വഴി കാണിച്ചു കൊടുക്കേണ്ടത് ആരാ? നമ്മളെ നോക്കി. മൃഗങ്ങളുടെ ഒക്കെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? 2 ദിവസം കഴിയുമ്പോ അന്ന് തന്നെ എഴുന്നേറ്റ് പാല് കുടിച്ച് അവർ ഓടി നടക്കും അല്ലേ? ഒരു മനുഷ്യക്കുഞ്ഞിനെ ദൈവം എന്തിനായിരിക്കാം കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ അല്ലേ? അവനെ നമ്മുടെ കയ്യിൽ തന്നേക്കുവാണ് അല്ലേ? നമ്മൾ അതിനെ മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും അതിനെ ട്യൂൺ ചെയ്തെടുക്കാനും എല്ലാമുള്ള കഴിവും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അത് ഉപയോഗിക്കണം. ഉപയോഗിക്കാതെ നമുക്കതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയാനായിട്ട് നമുക്ക്
ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചെടുക്കണം. ഞാൻ അതാണ് പറയാൻ വന്നത്. ഇനി നമുക്ക് നോക്കാം, നമ്മൾ മുന്നോട്ട് പോകാം. ആ കാര്യങ്ങളിലൊക്കെ അധികം നേരം നിൽക്കുന്നില്ല. ചില പ്രായോഗികമായിരിക്കുന്ന കാര്യങ്ങൾ പറയാം. ഇന്നത്തെ ഏറ്റവും കുട്ടികളിലെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്തുണ്ട്? കുട്ടികള് ഭക്ഷണം കൊടുക്കുമ്പോൾ, കൊച്ചു പിള്ളേരെ എടുക്കാം, ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിച്ചില്ലേ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഫോണിൽ ഒരു കാർട്ടൂൺ ഒന്ന് കാണിച്ചു കൊടുക്കും, അല്ലേ? അപ്പൊ ആ കാർട്ടൂൺ കാണിച്ചു കൊടുക്കും. പിന്നെ ചെറിയ ഈ കൊച്ചുകുട്ടികളുള്ള അമ്മമാർക്ക് ചില നേരം എന്ത് ചെയ്യണം? ഫോണൊന്ന് കാണണം. കൊച്ചിനെ പെട്ടെന്ന് കഴിപ്പിക്കും. ആ കൊച്ചിനെ കൊണ്ട് നടന്ന്, അല്ലെങ്കിൽ നടന്ന് കഴിപ്പിക്കണ്ടെന്ന് അതിനെ കുറിച്ച് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങളെ നടന്ന് ഭക്ഷണം കഴിപ്പിക്കണം നിർബന്ധമൊന്നുമില്ല. എക്സെപ്ഷൻ ഉണ്ടാവാട്ടോ. കാരണം ഒരു കൊച്ചു കുഞ്ഞൊരു 6 മാസമൊക്കെ ആകുമ്പോഴല്ലേ അത് ഭക്ഷണം കുറുക്കൊക്കെ തിന്നാൻ തുടങ്ങുന്നത്. അപ്പൊ ആ കുറുക്കുണ്ടാക്കിയിട്ട് ആ സ്പൂണ് വായിൽ കൊണ്ട് ഇങ്ങനെ മുട്ടിക്കുമ്പോ അവര് വേണമെങ്കിൽ അവൻ വാ തുറന്ന് അതിൽ നിന്ന് എന്ത് ചെയ്യും? അവനോടൊന്ന് കഴിക്കും. അവന് വേണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യില്ല. അപ്പൊ അവന് വേണ്ട. ഒരു കുഞ്ഞു വയറാന്ന് പറയണേ. ഇത്രയൊക്കെ ഉള്ളു അവന്റെ 6 മാസമായ കൊച്ചിന്. നമ്മൾ ഈ ഉണ്ടാക്കുന്നത് മുഴുവൻ അവൻ തിന്നണമെന്നൊന്നും വേണ്ട. നമ്മുടെ കുഞ്ഞിന്റെ വയറനുസരിച്ച് അങ്ങനെ അതായത് അവൻ നോ പറയുമ്പോൾ നമ്മളും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ കാര്യങ്ങളെല്ലാം ഇമ്പോസ് ചെയ്യുമല്ല, നമുക്ക് കുഞ്ഞുങ്ങളെ പഠിച്ചെടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം? ക്ഷമ വേണം, കൂടെ ഇരിക്കണം, സമയം വേണം. അത് തന്നെയാണ് ഞാൻ പറയുന്നതല്ല. ലോകത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കുറച്ചൊക്കെ സമൂഹത്തിന്റെ നന്മയെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെല്ലാം പറയുന്നത് എന്താണെന്നറിയാവോ? പിള്ളേർക്ക് വേണ്ട എന്താണ്? കുഞ്ഞിലും അവർ മുതിരുമ്പോഴും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വാത്സല്യമാണ്. അപ്പം ഒരു ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല, വേറൊരു ഭക്ഷണം ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ 10, 11, 12 വയസ്സുള്ള കൊച്ചു പറയാം, അമ്മ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞാൽ നീ വേണം തിന്നണ്ടാന്ന് പറയും. അതിന് ഇഷ്ടമുള്ള ഭക്ഷണം വേണോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ആ കൊച്ചിനോട് നമ്മൾ സംസാരിക്കാൻ സമയം എടുക്കാറുണ്ടോ? നമ്മൾ സമയം എടുത്തില്ല, വേറെ ആരെങ്കിലും എടുക്കും. മനസ്സിലായില്ലേ? നമ്മൾ അവർക്ക് സമയം കൊടുത്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അപ്പൊ ആ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്ത് എത്തിയില്ല എന്ന് പറയുന്ന പ്രായമാണ്. അവര് കുഞ്ഞുങ്ങളുടെ പ്രായം കഴിഞ്ഞു, വലിയവരായിട്ടും ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് ഞാൻ വിചാരിക്കുന്നു, ഞാൻ ഇനി പറയുന്ന കാര്യം അതാണ്. ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങള് നമ്മളെക്കാൾ അറിവ് ഉണ്ടാവും. ഇപ്പോഴത്തെ AI-യിലെ ആധുനികമായ കാര്യങ്ങൾ ഞാൻ ഇതൊക്കെ ഈ യൂട്യൂബിലൊക്കെ നോക്കി മനസ്സിലാക്കി. എനിക്ക് അത്ര കമ്പ്യൂട്ടർ നോളജ് ഉള്ള ആളൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ കുറിച്ച് അപ്പം ChatGPT ഉണ്ട്, DeepSeek ഉണ്ട്, അല്ലെ? അപ്പൊ ഞാനിങ്ങനെ ഒരു അതൊക്കെയാണ് AI-യിലെ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു കൊച്ചുകുട്ടി ഒരു റീൽ ഉണ്ടാക്കിയിട്ടിരിക്കുവാണ്. DeepSeek വന്നു കഴിഞ്ഞാൽ ChatGPT DeepSeekനോട് ചോദിക്കുവാണ്, എന്താണ് നിങ്ങൾ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ ഇത് കാണുന്ന നമ്മുടെ അമ്മമാർക്ക് അപ്പൊ അതിന് ഞാൻ പറയാവുന്ന കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ അവരെക്കാൾ ഒരു പടി മുന്നിലാണേലല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് വേണം? ദൈവവചനത്തിലെ ജ്ഞാനം നമുക്ക് വരുമ്പോ അതുപോലെ സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലാണ്ട് കൊറോണ വന്നതാണ്, ഫോണാണ്, അങ്ങനെ അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് പറയരുത്, അങ്ങനെ പറയുന്നതല്ല. അവിശ്വാസികളായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെയാണ്. ആ ഫോൺ വന്നതോടുകൂടി അവൻ പഠിത്തത്തിൽ ഒന്നും പഠിക്കുന്നുമില്ല, ഫോണാണോ കൊച്ചിനെ പഠിക്കാതെ ആക്കിയതല്ല. ഫോണിന്റെ ആവശ്യം കഴിഞ്ഞപ്പോ ഫോൺ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? പിടിച്ചു വെക്കണം. എന്തിനാ പിള്ളേരെ പേടിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ടീനേജ് ആവുന്ന പിള്ളേരെ പേടിക്കണം? വേണ്ട. അമ്മമാർ പിന്നെ ഇപ്പൊ നമ്മൾ വായിച്ച സദൃശവാക്യം 29-ന്റെ 15 തൊട്ടുള്ള വാക്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ പറയുന്നുണ്ട്, വടിയും ശാസനയും ജ്ഞാനത്തിന് നൽകുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലന് അമ്മയ്ക്ക് ലജ്ജ വരുത്തും. എന്നെ എപ്പോഴും പേടിപ്പിക്കുന്ന ഒരു വചനാണ്. ഈ തന്നിഷ്ടത്തിന് വിടാനുള്ള സാധ്യത ആർക്കാ കൂടുതല്? നമ്മുടെ അടുത്ത് നിന്നൊന്ന് കരഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഫോണം കൊടുക്കും. അത് പിടിച്ചു വെക്കണ എന്ത് വേണം? ഇവരുടെ കരച്ചിന് കാണുമ്പോൾ നമ്മൾ ആലിയാൻ പാടില്ല. പാസ്വേഡൊക്കെ ഇട്ട് അതിനൊക്കെ നിങ്ങളുടെയൊക്കെ സ്ക്രീൻ ടൈം, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ കാണുന്ന സമയം അമ്മമാർ എന്തോരമുണ്ടെന്നൊന്ന് ആദ്യം അത് ചെയ്യും, കണക്ക് വെക്കുക. എന്താ കാണുന്നത്? എന്തോരം സമയം കാണുന്നുണ്ട്? ഞാനിത് നിങ്ങളെ ആരെയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം? മാറേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ മാറേണ്ട മേഖലയിൽ മാറണം. മാറണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ദൈവവചനം, ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിന്റെ വചനം
ഒരിക്കലും മാറില്ല. ഇനി ഇത് നോക്കട്ടെ, എന്തോരം ടെക്നോളജി അഡ്വാൻസ് ചെയ്താലും ഒരാൾ രക്ഷിക്കപ്പെടാൻ എന്ത് വേണം? സുവിശേഷം കേൾക്കണ്ടേ? അല്ലേ? സുവിശേഷം കേൾക്കണം, ദൈവഹൃദയം തുറക്കണം, അങ്ങനെ കർത്താവിന്റെ സ്നേഹത്തെ അറിയണം. അല്ലേ? അങ്ങനെ സാധിക്കൂ. നിത്യജീവൻ, അതിന് മാറ്റം. ഇപ്പൊ ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് നരകത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ? അല്ലെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് മാർഗം വേറെന്തെങ്കിലും ഉണ്ടോ? മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഞാൻ ഈ AI കുറിച്ചൊക്കെ പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ അതിനകത്ത് പറയാനുള്ള ഒന്നുമല്ല. ഞാൻ പലരെയും ഇപ്പൊ ഞങ്ങള് VBS പോയ കാര്യം പറഞ്ഞല്ലോ. ഞാൻ ആ കുട്ടികൾ, അപ്പം നമ്മുടെ VBS പുറത്തുനിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. അതിലൊരമ്മ, അവര് ഓർത്തഡോക്സോ കാത്തലിക്കോ ഏതാണ്ട് ആണ്, ഡിനോമിനേഷൻ കൃത്യം എനിക്കറിയില്ല, ഇനി നമ്മുടെ കൂടെ ഉള്ള ആളല്ല. അപ്പം ഒരു മോന്, അവനൊരു 11-12 വയസ്സുള്ള കുട്ടിയാണ്. അവൻ TVക്ക് ഒരു അഡിക്റ്റ് ആയിപ്പോയി. അവന്റെ അമ്മയോട് ഞാൻ അങ്ങനെ സംസാരിച്ചപ്പം, ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നില്ല, അപ്പം മുമ്പ് പോകുന്നുണ്ടായിരുന്നിരിക്കാം, ഞാൻ അതൊന്നും അങ്ങനെയൊന്നും നമുക്ക് നമ്മുടെ അടുക്കൽ ഒരു ബുദ്ധി വന്നു. പക്ഷെ അവന് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അങ്ങോട്ട് പങ്കെടുക്കാൻ പറ്റൂല. കാരണം എന്നാ, ഇന്നത്തെ കുട്ടികളുടെ ഒരു വളരെ പ്രത്യേകത തന്നെ, അവര് കാണുന്നത് റീലുകളാ. അല്ലെ? റിയൽ ലൈഫ് അല്ല. റീൽസ് അവർക്ക് ഇഷ്ടമാണ്, റിയൽ ലൈഫ് അവർക്ക് അത്രയ്ക്കും. ഈ റീൽസിന്റെ പ്രത്യേകത എന്നാ, സെക്കൻഡ് വെച്ചിങ്ങനെ മാറും. അപ്പം ADHD എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലേ? എന്താണ് അറ്റൻഷൻ ഡെഫിഷ്യൻസി? അല്ലേ? പക്ഷെ അതായത് കുട്ടികൾക്കൊന്നിലും ശ്രദ്ധയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? കുട്ടിപ്രായത്തിൽ, അതായത് ഒരു 16 വയസ്സിന് താഴെ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവനിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ക്യൂരിയോസിറ്റിയാണ്, അറിയാനുള്ള ആകാംക്ഷ. എന്ന് പറഞ്ഞേക്ക് എല്ലാവരുടെയും മനസ്സിൽ പല പല കാര്യം. നിങ്ങളുടെ കൊച്ചുങ്ങൾ എന്ത് ചെയ്യും? ഓരോ കാര്യങ്ങൾ വന്ന് നമ്മളോട് ചോദിക്കും. അതെല്ലാം അവസരങ്ങളാണ്. മനസ്സിലായില്ലേ? ഇവൻ ഈ 16 വയസ്സിന് മുമ്പ്, ഇപ്പം ഞാന് ഇത് വായിച്ചോട്ടോ, കറക്റ്റ് ആണോ എന്നറിയില്ല, ഓസ്ട്രേലിയയിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെല്ലാം ഫോൺ ബാൻ ചെയ്തു. കുട്ടികൾ കാണണ്ട, 18 മാസം 1.5 വയസ്സ് വരെ സ്ക്രീനേ കാണിക്കരുതെന്നാണ്. അല്ലേ? അതൊക്കെയെല്ലാം വളരെ അറിവുള്ള ആളുകൾ പറയുന്നതാണ്. അതായത് ഇവര് പഠിക്കേണ്ട പ്രായമല്ലേ? ഇവര് ഫോണും കണ്ട് അതിലെ കളികളും കണ്ടിരുന്ന ഇവർ പഠിക്കുമോ നന്നായിട്ട്? ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവണ്ടേ, ബന്ധങ്ങൾ മനസ്സിലാവണ്ടേ, കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഇതിനെല്ലാം ഉള്ള അവസരം നമ്മൾ എന്തിന് കളയുകയാണ്? അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന സമയവും നമുക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യവും അത് വളരെ പ്രഷ്യസ് ആണ്. അമ്മമാരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ അവരെ കളികൾക്ക് അതായത് എങ്ങനെ. അപ്പൊ ഈ കൊച്ചുകുട്ടികളെ മാനേജ് ചെയ്യാൻ എന്താ പ്രയാസമായിരിക്കണേ? എനിക്കറിയില്ല കാലഘട്ടം അല്ലേ? നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മളത് കുഞ്ഞായിരിക്കുമ്പോഴേ, അല്ലാണ്ട് നമ്മളതാ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഒരുപാട് ദൈവാശ്രയമുണ്ട്. ആത്മാവ് ശുഭമായിരുന്നാൽ എന്ത് കിട്ടും? ജ്ഞാനും അറിവും ഒക്കെ എങ്ങനെയാ? അതിന്റെ ബേസ് എന്നാ? യഹോവഭക്തി ജ്ഞാനത്തിന്റെ. അത് നമുക്ക് ലോകത്തിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ദൈവികമായി. ഞാൻ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങളിലെ വലിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീർന്നു എന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഒന്നുമില്ല. നമുക്ക് ദൈവം, കർത്താവ് എന്നാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ നന്മയൊന്നും നോക്കിയിട്ടല്ല കർത്താവ് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരം തരുന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടാണ്. ഒന്നുമല്ല, ദൈവം നല്ലവനാണ്. മനസ്സിലായില്ലേ? ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് അതിന് ഉത്തരം തരുന്നത് ഞാൻ നല്ലവളായതുകൊണ്ടല്ല. നമ്മളങ്ങനെ നമുക്കെല്ലാം കുറെ നാളാകുമ്പോണ്ടല്ലോ നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഞാനങ്ങനെ ഒബ്സർവ് ചെയ്യാം. നമുക്ക് രക്ഷിക്കപ്പെട്ടതിനേക്കാൾ ഒരുപാട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു, നമ്മുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു, നമുക്കെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കണേ എന്നാണ്, ദൈവം എന്നെ അനുഗ്രഹിച്ച് എനിക്കെല്ലാം നന്മ, ഞാൻ ഒരുപാട് നല്ല ആളാന്ന് ചിന്തിച്ചു പോകും. നിങ്ങൾ ചിന്തിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചിന്തിച്ചു പോകാനുള്ള ഒരു സാധ്യത നമുക്ക് ഉണ്ടാവും. ഇനി സമ്പത്താണോ സംതൃപ്തിക്കും ജീവിതത്തിനും കുഞ്ഞുങ്ങളെ വളർത്താനും എല്ലാം? നമ്മൾ പലപ്പോഴും ഈ നമ്മൾ സമ്പത്ത് കൊണ്ടേ കൊടുത്താൽ എല്ലാം ആയോ? ഒന്നുമില്ലെന്നേ. ഞാൻ പറയുന്നത് നമ്മുടെ സമയം അവർക്ക് വേണ്ടത് ആരെയാ? മാതാപിതാക്കളെ. നമ്മുടെ സമയം അവർക്ക് വേണ്ട. അതിന് വല്ല പണമുടക്കുണ്ടോ? ദൈവം തമ്പുരാൻ 24 മണിക്കൂർ നമുക്ക് തന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ കുറച്ച് നന്നായി ജീവിക്കണ കുറച്ച് ത്യാഗമൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റുകളൊക്കെ അല്ലേ?
കുടുംബജീവിതം രസിക്കാൻ മാത്രമുള്ളതല്ല, ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നോക്കി നമ്മുടെ ഓരോ കുടുംബങ്ങളും ഒന്ന് നന്നായാൽ നിങ്ങളെന്ന് ഓർത്ത് നോക്കി ചർച്ച എത്ര നല്ലതല്ലേ. ഒരുപാട് നമ്മുടെ അതായത് കർത്താവ് 12 ശിഷ്യന്മാരെയും അതുപോലെ 70 ശിഷ്യന്മാരെ അയച്ചപ്പോ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായവും നമ്മൾ ആ 2 ചാപ്റ്ററിലും പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. അവരെ കർത്താവ് അയച്ചിട്ട് പറഞ്ഞ എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 10 നിങ്ങളൊന്നും എടുക്കണ്ട, നിങ്ങൾക്ക് ഒന്നും കരുതി കൊണ്ടുപോകണ്ട, നിങ്ങളൊരു പട്ടണത്തിൽ ചെന്നാൽ അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ താമസിച്ചു ഒരുപാട് അവിടെ താമസിച്ചാൽ മതി. എന്താ എന്റെ കാര്യം? നമ്മളൊരു കുടുംബം, ഒരു ദേശത്തിന് തന്നെ നമ്മൾ അനുഗ്രഹാന്നേ, നമ്മുടെ ചർച്ചിന് മാത്രമല്ല നമ്മുടെ ദേശത്തിന് അതിനാ നമ്മളെ വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തോരം സാധ്യത. നമ്മൾ പല ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലി നമ്മൾ നിരാശ. നമ്മൾ പലപ്പോഴും എന്നാ മറ്റൊരാളെ പോലെ ആകാൻ പറ്റുന്നില്ല. ആരും മറ്റൊരാളെ പോലെ ആവണ്ട. ദൈവം എനിക്ക് തന്ന കുടുംബം, അത് എനിക്ക് തന്ന കുടുംബത്തിൽ അതെനിക്ക് തന്നിരിക്കുന്ന ഒരു പ്രിവിലേജാണ്. അതാണ് എൻ്റെ അല്ലേ. ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷം ആവണം. 2000 ഈ 30 വർഷമായി നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഈ പിള്ളേരൊക്കെ ഇങ്ങനെ വലുതായി അവരുടെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് അല്ലേ. കുടുംബജീവിതമൊക്കെ നല്ലതാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നല്ലൊരു കാര്യമല്ലേ കുടുംബജീവിതം. ആ കുടുംബം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത്. നമുക്ക് ഒരു കുടുംബമില്ലേ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫാമിലി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കാണണം. നമുക്കൊരു കുടുംബം ഉണ്ടെങ്കിലാണ് നമുക്ക് കർത്താവിനെ സെർവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. നമ്മുടെ ആ കുടുംബം നമ്മുടെ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുന്നേ. അല്ലാതെ നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞിട്ട് നമ്മുടെ സഹോദരിമാർ എന്ത് ചെയ്യണം? തുടർന്ന് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് പോലെ തുടർന്ന് ഓരോ ക്ലാസ് ഇങ്ങനെ കേൾക്കും. അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കും. എന്താ പറയണം? കുടുംബജീവിതത്തെ കുറിച്ച് പറയും, നമ്മുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് പറയും. ഇതൊരു ചെറിയ ഇൻട്രഡക്ഷൻ ക്ലാസ് ആയിട്ട് മാത്രം നിങ്ങളുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് സാധ്യതകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരുപാട് സാധ്യതകൾ. ഇപ്പം ഞാനിങ്ങനെ നിങ്ങൾ വായിച്ചു കാണും, ചിലപ്പോൾ 50 വയസ്സുള്ള ഒരു ആഫ്രിക്കക്കാരിക്ക് 53 മക്കളുണ്ട്. 53 മക്കൾ. അത് അതിശയിച്ച് ചിലപ്പോൾ നല്ലൊരു ന്യൂസ്. അപ്പൊ അവർക്കൊരു പ്രശ്നമുള്ള എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് ഓവുലേഷൻ കൂടുതലാണ്. അതായത് ഒരു മാസത്തിൽ നമുക്ക് ഒരണ്ടം പുറപ്പെടുവിക്കുന്നതിന് അവർക്ക് 4 അപ്പം അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ മക്കളുണ്ടാവുക എന്നുള്ളതാണ്. അല്ലെ എന്ത് പറ്റും? ഇവരുടെ യൂട്രസിൽ പ്രശ്നം ഉണ്ടായി ഇവർ ചിലപ്പോൾ മരിച്ചു. അപ്പം അവരും അവരുടെ ഭർത്താവും കൂടെ തീരുമാനിച്ചു മക്കളുണ്ടാവും. ചിലപ്പോൾ 5 മക്കളായിരിക്കും, ചില പ്രസവത്തിലെ 4 ആയിരിക്കും. എന്നിട്ട് ആ സ്ത്രീയോട് എല്ലാരും പറഞ്ഞു ഇത്. അപ്പൊ മൂത്ത മകൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ ഇളയ മക്കളെ പുറത്ത് വെച്ച് കണ്ടാൽ അവന് മനസ്സിലാവില്ല. കാരണം ഇത്രയും മക്കളില്ല. അവിടെ മൂത്ത കുട്ടികൾക്കൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയില്ല. കാരണം അന്ന് ആഫ്രിക്കൻ രാജ്യത്ത് അത്രയും ഇളയ പിള്ളേരൊക്കെ അവർക്ക് വിദ്യാഭ്യാസമൊക്കെ കിട്ടും. അപ്പൊ ഈ സ്ത്രീയോട് പറയും. അപ്പൊ ഒരു ദിവസം അവർ 26 കിലോ ചോളപ്പൊടി വേവിച്ചാലാണ് അവർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. 5-6 കിലോ പയറും അതുകൊണ്ട് ഫുഡുണ്ടാക്കണം. എന്നിട്ട് 2 മുറി വീടാണ് അവർക്കുള്ളത്. ആ 2 മുറി വീടിന് കൊച്ചുങ്ങളൊക്കെ താഴെ ഇച്ചിരി മുതിർന്നവരൊക്കെ ഒരു സ്വന്തം അങ്ങനെ കിടക്കും. അപ്പൊ ഈ സ്ത്രീ എന്നിട്ട് രാത്രി ഇവർക്ക് ഉറക്കമില്ല. എന്റെ ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവുള്ളപ്പോ ഒരു ഗ്രിപ്പായിരുന്നു. ആ ഭർത്താവ് മരിച്ചു. മക്കൾക്കെല്ലാം ഭയങ്കര സങ്കടമാണ്. അപ്പം മരിച്ചുപോയി. അപ്പൊ ഈ സ്ത്രീ രാത്രി ചോളം വിൽക്കാൻ പോകും. ചോളം വേവിച്ച് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം പിറ്റേ ദിവസത്തേക്ക് വാങ്ങുന്നത്. ഇനിയിപ്പം വേറെ ഉദാഹരണമൊന്നും വേണ്ടല്ലോ. നമുക്ക് 1-2 കൊച്ചുങ്ങളെ വളർത്ത് മടുത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് നമുക്ക് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ നമുക്കത് അല്ലേ എന്ത് നല്ല കാര്യമാണ്. ഒരു കുഞ്ഞു വളർന്ന് കർത്താവിന്റെ രാജ്യത്തിന് പ്രയോജനമുള്ള മകനോ മകളോ ആയി ജീവിക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ. ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളാണ്. ഒരു അമ്മമാരെന്നുള്ള നിലയില്, ഒരു സഹോദരിമാരെന്നുള്ള നിലയില് ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെയൊക്കെ നമുക്ക് വിനിയോഗിച്ച് കർത്താവിന്റെ നല്ല മക്കളായിട്ട് ഞാൻ പറയുന്നത് ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഈ ലോകത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ട് ലോകം തലകുത്തി മറിയട്ടെ. ആരുണ്ട് നമ്മളോട്? ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ അല്ലേ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അത് മതി. നമ്മൾ എന്തിനും മാറിപ്പെടണേ? അതുകൊണ്ട് വളരെ വേഗം മാറുന്ന ലോകത്തില് നിങ്ങൾ തീരുമാനിക്കുക, മാറണോ? മാറണമെങ്കിൽ എങ്ങനെ മാറണം? ഇനി മാറണ്ടേ? അത് നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ദൈവം തന്ന അവസരത്തിനായിട്ട് നമ്മോട് സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുന്നു. ദൈവത്തിന്റെ നാമം മാത്രം മാറണം.